നാട്യങ്ങളില്ലാത്തൊരു കലാകാരൻ എന്ന് സലിം കുമാറിനെ വിശേഷിപ്പിക്കാം. ഏത് തരത്തിലാണോ അദ്ദേഹം 1996 ഇഷ്ടമാണ് നൂറുവട്ടം എന്ന സിനിമയിലൂടെ ഈ അഭ്രപാളികളിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് നാടകത്തിലും അദ്ദേഹം തിളങ്ങി, മിമിക്രിയിലും അദ്ദേഹം തിളങ്ങി, കലാഭവനിലൂടെ നാടറിയുന്ന കലാകാരനായി മാറി. അതിനുശേഷമാണ് ഈ 96 സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുകയും പിന്നീട് വീണ്ടും ഇതേ കലാഭവനിലേക്ക് എത്തുകയും പിന്നീടാണ് അദ്ദേഹത്തെ തേടി നിരന്തരമായ വേഷങ്ങളും അനശ്വരമായ കഥാപാത്രങ്ങളും എത്തുന്നത്. അപ്പോഴൊക്കെയും തുടക്കം ഏത് രീതിയിലായിരുന്നു, എത്രത്തോളം ലളിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലാളിത്യം നിറഞ്ഞ ജീവിതം, അതുതന്നെയാണ് പിന്നീട് അദ്ദേഹം എല്ലാ കാലത്തും കാത്തു സൂക്ഷിച്ചത്. മറ്റുള്ളവരോട്, അത് സാധാരണക്കാരനായി കഴിഞ്ഞാലും സിനിമയിലെ എത്ര മഹത്തരമുള്ള ആൾക്കാരായി കഴിഞ്ഞാലും സമൂഹത്തിലെ ഏത് ഉന്നതിയിലുള്ള ആൾക്കാരായി കഴിഞ്ഞാലും അവരോടുള്ള പെരുമാറ്റമായി കഴിഞ്ഞാലും ആ ഹൃദ്യമായിരുന്നു, അത്രത്തോളം ഹൃദ്യമായിരുന്നു. വലിയവരോട് പെരുമാറുമ്പോൾ ചെറിയവനെ മറക്കുന്ന സ്വഭാവം അദ്ദേഹം ഒരിക്കലും ജീവിതത്തിൽ പുലർത്തിയില്ല. അത് പലവട്ടം അദ്ദേഹം അഭിമുഖങ്ങളിലടക്കം പറഞ്ഞിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ അതാണ് അത്രയേറെ ഇഷ്ടം സാധാരണക്കാരായ പ്രേക്ഷകനെ അദ്ദേഹത്തോടുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ അനവധി ആൾക്കാർ തന്നെയാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ, തങ്ങളുടെ പ്രിയപ്പെട്ട അഭിനേതാവിനെ, താരത്തിലുപരി അദ്ദേഹം ഒരു അഭിനേതാവാണ്, നാട്യങ്ങളില്ലാത്തൊരു നടനാണ്. ആ പ്രിയപ്പെട്ട നടനെ കാണാൻ അവിടേക്ക് വന്നെത്തിയിരിക്കുന്നത് അല്ലേ? KP പറഞ്ഞതുപോലെ തന്നെ നാട്യങ്ങളില്ലാത്ത ഒരു നടൻ മാത്രമല്ല, ജീവിത പ്രാരാബ്ദങ്ങളോട് പൊരുതി ജീവിത വിജയം നേടിയ എത്രയോ കലാകാരന്മാരുണ്ട്. ആ ഗണത്തിൽ ഏറ്റവും മുന്നിലേക്ക് അഗ്രഗണ്യനായി തന്നെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പേര് എന്ന് പറയുന്നത് അത് സലിം കുമാറിൻ്റെതാണ്. അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ അഭിനയ ജീവിതത്തിൽ ഒന്ന് പച്ച പിടിക്കുന്നതിന് വേണ്ടി താൻ താണ്ടിയ വഴികളെക്കുറിച്ച്. പലപ്പോഴും അഭിനയം അറിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ച ആളുകൾക്ക് മുന്നിൽ, അതേ ആളുകളുടെ മുന്നിൽ അദ്ദേഹം അഭിനയം അറിയാമെന്നല്ല, അഭിനയത്തിന്റെ കുലപതിയാണ് താങ്കൾ എന്ന് പറയിപ്പിക്കാൻ സലിം കുമാറിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ആ ഒരു വ്യക്തിത്വത്തിന്റെ മികവാണ്, ആ ഒരു കലാകാരന്റെ മേന്മയാണ് എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. അത്രയധികം അഭിനയ സിദ്ധി അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നേതൃപാടവം അതിലേറെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയത്തിലൊന്നും ഇറങ്ങി വലിയ തോതിൽ അദ്ദേഹം സജീവമാകാൻ ശ്രമിച്ചിരുന്നില്ല. തന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുമ്പോൾ പോലും അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നില്ല എങ്കിൽ കൂടി ഒരേ സമയം അദ്ദേഹത്തിന്റെ നേതൃപാടവും അഭിനയ സിദ്ധി അതെല്ലാം സമാനതകളില്ലാത്തതാണ് എന്ന് തന്നെയാണ് നമുക്ക് ആ ജീവിതം കാണിച്ചു തരുന്ന ബോധ്യം എന്ന് പറയുന്നത്. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ആരുടെ മുന്നിലും പറയാൻ സലിം കുമാർ തയ്യാറായിരുന്നു. അതിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടാകുമെന്നോ, ആരെങ്കിലും അത് അലോസരപ്പെടുത്തുമെന്നോ, ആരെങ്കിലും അത് വേദനിപ്പിക്കുമെന്നോ, ആരുടെയെങ്കിലും അനിഷ്ടങ്ങൾക്കത് പാത്രമാകുമെന്നോ ചിന്തിക്കാതെ ഒരിക്കലും അദ്ദേഹം അതെല്ലാം തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന് പറയാനുള്ളത് തുറന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിലപാടിന്റെ പേരാണ് സലിം കുമാർ എന്ന് പറയാൻ കഴിയും. ആ ഒരു നിലപാടിന്റെ പര്യായമാണ് സലിം കുമാർ എന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്രയും അധികം ആളുകൾ, അതിൽ സാധാരണ ജനങ്ങളുണ്ട്, സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകളുണ്ട്. ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാവുന്നത് പോലെ തന്നെ നടൻ ദിലീപും മീരാജ് ജാസ്മിനും അടക്കം അദ്ദേഹത്തിനോട് വിവിധ സിനിമകളിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ ആളുകളുണ്ട്. രാഷ്ട്രീയ രംഗത്ത് നിന്നാണെങ്കിൽ PC വിഷ്ണുനാഥ്, മന്ത്രി PC വിഷ്ണുനാഥുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ വന്നിട്ടുണ്ട്. അങ്ങനെ എത്രയോ ഏത് മേഖലയിലും അദ്ദേഹത്തിന് വലിയ ഒരു തുടരുക. ജിജീഷ് പറഞ്ഞതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക കലാമേഖലകളിലെ നിരവധി പ്രശസ്തർ തന്നെയാണ് അദ്ദേഹത്തെ അവസാനമായി കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടേക്ക് എത്തിയിരിക്കുന്നതിനൊപ്പം നാടിൻ്റെ നാനാ മേഖലകളിൽ നിന്നും നാനാ തുറകളിൽ നിന്നും സാധാരണക്കാരായ ആൾക്കാരും അദ്ദേഹം ആരാധിക്കുന്ന സാധാരണക്കാരായ പ്രേക്ഷകർ, സിനിമയെ അത്രമേൽ സ്നേഹിക്കുന്നവരൊക്കെയും അവിടത്തേക്ക് വന്നിരിക്കുകയാണ്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.